കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ഇന്ന് ചുമതലയേൽക്കും. പരീക്ഷാ തട്ടിപ്പ് തടയാനുള്ള നിയമം പാസാക്കുകയാണ് ആദ്യ ലക്ഷ്യം. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യത ഉറപ്പാക്കാനും നടപടിയെടുക്കും. ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണിക്കും സാധ്യതയുണ്ട്. പി ആർ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പി ആർ സുനിൽ, ഇന്ന് തന്നെ പ്രഹ്ലാദ് ജോഷി ചുമതലയേൽക്കും വിദ്യാഭ്യാസ മന്ത്രിയായി. എന്തൊക്കെയാണ് ആദ്യഘട്ടത്തിൽ പ്രഹ്ലാദ് ജോഷി നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ? ധർമ്മേന്ദ്ര പ്രധാന്റെ രീതി ആയിരിക്കില്ലല്ലോ പ്രഹ്ലാദാണെങ്കിൽ ഒരു കോമ്പിറ്റന്റ് ആയ ഒരു മിനിസ്റ്റർ എന്ന ഒരു ചരിത്രമുള്ള ഒരു ട്രാക്ക് റെക്കോർഡുള്ള മിനിസ്റ്റർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഈ വകുപ്പ് ഏറ്റെടുക്കുമ്പോൾ എന്തിനൊക്കെയായിരിക്കും പ്രഥമ പരിഗണന? അരുൺ, രാവിലെ 10:30 മണിക്കാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെത്തി പ്രഹ്ലാദ് ജോഷി ചുമതലയേൽക്കുന്നത്. പ്രഹ്ലാദ് ജോഷി അരുൺ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ മന്ത്രിയായി തുടരുമ്പോഴൊന്നും തന്നെ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും വലിയ ആരോപണങ്ങളില്ല. അങ്ങനെ നല്ല മന്ത്രി എന്ന നിലയിൽ മോദി സർക്കാരിൽ മുന്നോട്ട് പോകുന്ന ഒരു മന്ത്രിയാണ്. അപ്പോൾ മോദിയുടെ വിശ്വസ്തൻ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരാളെയാണ് വിദ്യാഭ്യാസ മന്ത്രാലയം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും ഒരു വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച ഒരു സാഹചര്യത്തിൽ, അത് ഇത്രയും വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത്. പിന്നീട് ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയായ പ്രഹ്ലാദ് ജോഷി വരുമ്പോൾ തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയം നേരിടുന്ന വിശ്വാസ്യത തകർച്ച അത് പരിഹരിക്കുക എന്നത് തന്നെയാണ്. ഏറ്റവും ഉടൻ തന്നെ ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു നടപടി എന്നത് ഈ പരീക്ഷാ ചോർച്ച ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച നിയമ ഭേദഗതി ബില്ല് അത് പാർലമെന്റിൽ കൊണ്ടുവരിക, അത് പാസ്സാക്കുക. അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ വലിയ അഴിച്ചുപണി ഉണ്ടാകും എന്ന് പറയുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ വലിയ അഴിച്ചുപണി ഉണ്ടാകും എന്ന് പറയുന്നു. 47 ജീവനക്കാരെ, ഉദ്യോഗസ്ഥരെ അവിടെ പുറത്താക്കിയിരുന്നു. അപ്പോൾ അവിടെ പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുക, കൂടുതൽ സ്ഥിരം ഉദ്യോഗസ്ഥരെ നിയോഗിക്കുക, അങ്ങനെ തുടങ്ങി ഒട്ടനവധി നടപടികൾ ഉണ്ടാകും എന്ന സൂചനയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്നത് വിദ്യാർത്ഥികൾക്കാകെ പരീക്ഷാ നടത്തിപ്പുകളിൽ വിശ്വാസക്കുറവുണ്ടായിട്ടുണ്ട്. പരീക്ഷാ നടത്തിപ്പ് തന്നെ ഒരു തട്ടിപ്പാണ് എന്ന് വിദ്യാർത്ഥികളും യുവാക്കളുമൊക്കെ കരുതുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ മറികടക്കാനുള്ള പുതിയ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അതായിരിക്കും പ്രഹ്ലാദ് ജോഷിയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായി തുടരുക. ഓക്കെ, നഷ്ടപ്പെട്ടു പോയ വിശ്വാസം തിരികെ എടുക്കുക, അതാണ് പ്രഹ്ലാദ് ജോഷിയെ സംബന്ധിച്ചുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട കടമ്പ. അതത്ര എളുപ്പസാധ്യമാണോ എന്നുള്ളതാണ്. കാരണം ഈ നീറ്റ് പരീക്ഷ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ആകെ ഉള്ളത് 10-39 പെർമനന്റ് വേക്കൻസി. അത്രയും പോരാ. ഏകദേശം 270ഓളം പരീക്ഷകളാണ് കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ അവർ നടത്തിയത്. വളരെ പ്രധാനപ്പെട്ട പരീക്ഷകൾ നടത്തുന്ന ഏജൻസിയാണ്. അപ്പോൾ പെർമനന്റ് സ്റ്റാഫിനെ അവിടെ വയ്ക്കണം, അവരെ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റുകയും വേണം എന്നുള്ളതാണ്. ആരിലും ഒരു കറപ്ഷൻ ചാൻസ് ഒക്കെ ഉണ്ടാവാം, പക്ഷേ അതിലൊക്കെ നിയന്ത്രിക്കാനുള്ള, സൂപ്പർവൈസ് ചെയ്യാനുള്ള കഴിവും ഈ സംവിധാനത്തിൽ ഉണ്ടാവണം.